ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ വുമൺസ് ഡയറി. എല്ലാവരും സേഫായും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാനിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുർത്തി ഹോളാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ കുറച്ച് ഡെയിലി വെയർ കുർത്തീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. എല്ലാം വന്നിരിക്കുന്നത് ബിലോ 500 റുപ്പീസാണ്. പിന്നെ കുർത്തി പാൻറ് സെറ്റാണ് ഇതൊക്കെ. ഞാൻ ഇട്ടിട്ട് എനിക്ക് കംഫർട്ടബിളായെന്ന് തോന്നിയിട്ടുള്ള കുർത്തീസ് മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കുർത്തീസാണ്. സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയലുമാണ് ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ചെറിയൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നില്ല ഇങ്ങനെ ഫേസ് ടു ഫേസ് സംസാരിക്കണ, അതിൻ്റേതായ ചെറിയൊരു നെർവസ്നെസ് എനിക്ക് ഇല്ലാതില്ല. അപ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കുർത്തീസ് കണ്ടു തുടങ്ങാം. നമ്മുടെ ഫസ്റ്റ് കുർത്തി ഉണ്ടല്ലോ, ഞാവൽപ്പഴത്തിൻ്റെ ഒക്കെ ഒരു കളറുള്ള കുർത്തിയാണ് കേട്ടോ. എനിക്കിത് ഈ ഒരു കളറ് കാരണമാണ് ഞാൻ ഈ കുർത്തി എടുക്കാൻ തന്നെ കാരണം. ഇതിൻ്റെ റിവ്യൂസിലൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് ഓർഡർ ചെയ്ത കുർത്തിയല്ല വന്നത്, വേറെ ടൈപ്പ് കുർത്തിയാണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും രണ്ടും കൽപ്പിച്ച് ഞാൻ ഓർഡർ ചെയ്തതാണ് ഈ ഒരു കുർത്തി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കളറ്. ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് നെക്ക് വിത്ത് വീനക്കാണ് കേട്ടോ. അതുപോലെ തന്നെ കുർത്തിയുടെ രണ്ട് സൈഡിലും ഇതുപോലെ ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് സ്ലീവിൻ്റെ എൻഡിലും ബോട്ടത്തിൻ്റെ പാച്ച് ഉണ്ട്, പിന്നെ ലേസ് ഡീറ്റെയിലിംഗും ഉണ്ട്. 3/4 സ്ലീവാണ്. ഫുള്ളി പ്രിൻ്റഡ് ആയിട്ടുള്ള ടോപ്പാണ്. ബോട്ടവും പ്രിൻ്റ് തന്നെയാണ്, പക്ഷേ വേറൊരു ടൈപ്പ് പ്രിൻ്റ് ആണെന്ന് മാത്രം. ചെറിയ ചെറിയ പ്രിൻ്റ് ആയിട്ടുള്ളൊരു ബോട്ടമാണ് ഇതിനുള്ളത്. കണ്ടില്ലേ, ഈ ഒരു ബോട്ടാണ് ഇതിൻ്റെ ബോട്ടം. എലാസ്റ്റിക് വേസ്റ്റ് ബാൻഡാണ്. രണ്ട് സൈഡിലും എലാസ്റ്റിക്കോട് കൂടിയിട്ടുള്ള വേസ്റ്റ് ബാൻഡാണ്. ഒരു സൈഡിൽ റൈറ്റ് സൈഡിൽ പോക്കറ്റും ഉണ്ട്. ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഞാൻ വാങ്ങിച്ചത് എസ് സൈസാണ്. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ഒരു സൈസ് അപ്പ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിളായി തോന്നുന്നെങ്കിൽ അങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പം ചിലപ്പോൾ റേയോണും കോട്ടണും ഒക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചുരുങ്ങൊക്കെ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ടൈറ്റായി പോകുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും എസിന് പകരം എം എടുക്കുക, എമ്മിന് പകരം എൽ എടുക്കുക. അങ്ങനെ ആകുമ്പോൾ ആ ഒരു കൺഫ്യൂഷൻ വരില്ല നമുക്ക്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് എസ് ആണ്. ചെറുതായാലും വലുതായാലും എനിക്ക് അധികം ടൈറ്റ് ആവില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടാവില്ല. S to XXL വരെ അവൈലബിൾ ആണ് ഫ്ലിപ്കാർട്ടിൽ. ഇതിൻ്റെയൊക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും വേണേന് പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയേ. ഇനി അടുത്ത് വന്നിരിക്കുന്ന ഏതാണെന്നറിയോ, ഒരു കോഡ് സെറ്റാണ്. ഇത് ഒരുപാട് ആൾക്കാർ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് കോഡ് സെറ്റ് പല കളറിൽ, ബ്ലാക്ക്, വയലറ്റ്, യെല്ലോ, റെഡ്, അങ്ങനെയുള്ള പല കളറിലും ഞാനിത് കണ്ടിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും ഒരു ബ്രാൻഡിൻ്റെ സാധനമാണ്. അതിൻ്റെ റെപ്ലിക്കയാണ് നമുക്ക് ഈ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും മീഷോയിലൊക്കെ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും റേറ്റ് കുറച്ച് കിട്ടുന്നതും. ഇത് വന്നിരിക്കുന്ന മെറ്റീരിയൽ വിസ്കോസ് റേയോൺ ആണ് കേട്ടോ. ഇതിൻ്റെ 3/4 സ്ലീവാണ്. വി നെക്കാണ്. നെക്കിലും ഈ ഒരു ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും ഒരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത്തും വിഡ്ത്തൊക്കെ ഉള്ളൊരു കുർത്തയാട്ടോ ഇത്. എനിക്ക് ഇട്ടിട്ടും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കിട്ടിയിട്ടില്ല. അത് കിട്ടിയിട്ടാകുമ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇതിൻ്റെ ബോട്ടം ആ ഒരു സെയിം പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. കോഡ് സെറ്റ് ആണല്ലോ, അപ്പോൾ പിന്നെ സെയിം പ്രിൻ്റാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. പാരൽ ബോട്ടമാണ്. പിന്നെ എൻഡിലും ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടുള്ള കുർത്തയാണ് കേട്ടോ. ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല, പല കളേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പല കളറും ഉണ്ട്. അതുപോലെ തന്നെ പല ബ്രാൻഡുകളും ഈ ഒരു കുർത്ത സെറ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഏത് റേറ്റിലാണോ വേണ്ടത് നോക്കിയിട്ട് അങ്ങനെ എടുത്താൽ മതി കേട്ടോ. എല്ലാത്തിൻ്റെയും ഫ്രീ ഷിപ്പിംഗ് ആണ് ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നത്. നെക്സ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് ഒരു ഓഫ് വൈറ്റ് കുർത്തിയാണ് കേട്ടോ. ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് വീനക്കിലാണ്. ഇതിൻ്റെ പാറ്റേൺ എലൈൻ പാറ്റേൺ ആണ്. സൈഡ് സ്ലിറ്റ് ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും ഓരോ പോക്കറ്റൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രിൻസസ് കട്ട് പോലെ രണ്ട് സൈഡിലും ഉണ്ട്. അത് കൂടാണ്ട് ഇതിൻ്റെ പോക്കറ്റ് വന്നിരിക്കുന്നത് ഫ്രണ്ടിലേക്കാണ്. അത് സൈഡിലേക്കല്ല, ഫ്രണ്ടിലേക്ക് തന്നെയാണ് ഇതിൻ്റെ പോക്കറ്റ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോട്ടവും
പാരൽ ബോട്ടാണ്. എലൈൻ കട്ട് ആയതുകൊണ്ട് ഇതിൻ്റെ പാൻറ്റിൻ്റെ പുറത്ത് പോക്കറ്റ് ഇല്ല കേട്ടോ. ഈ കുർത്ത ഞാൻ വാങ്ങിച്ച സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കുർത്ത വന്ന് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴാണല്ല, അതിന് മുന്നേ മോൾ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് ഈ ഒരു കുർത്ത ഇഷ്ടപ്പെട്ടിട്ട് അവൾ പറഞ്ഞു അവൾ ഈ കുർത്ത എടുക്കുകയാണ്. അവൾക്ക് എക്സ്ട്രാ സ്മോൾ ആട്ടോ വേണ്ടത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് അമ്മ തന്നാൽ മതി, അപ്പോൾ എനിക്ക് ഇടാലോ എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ അവൾ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഈ ഒരു കുർത്ത എനിക്ക് ഒന്നുകൂടെ വാങ്ങിക്കണം എന്നുണ്ട്. പക്ഷേ അമ്മയും മോളും ഒരുപോലത്തെ കുർത്തി ഇടുന്നത് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കുഴപ്പമില്ലമ്മ, നമുക്ക് എന്താണ് ട്വിന്നിങ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഇതിൻ്റെ തന്നെ വേറെ യെല്ലോ വിത്ത് ബ്ലൂ കളർ ഒരു കോമ്പിനേഷൻ അതിനകത്ത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കളർ എടുക്കാമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇതിപ്പോൾ തൽക്കാലം മോൾ അടിച്ചു മാറ്റിയ സ്ഥിതിക്ക് ഇത് ഞാൻ സൈഡിലേക്ക് വയ്ക്കുകയാണ്, അവൾക്ക് കൊടുക്കുകയാണ്. ഈ ഒരു കുർത്ത ഉണ്ടല്ലോ, നമ്മൾ കുർത്ത പാൻറ് സെറ്റ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഒരു കോട്ട് സെറ്റാണ് ശരിക്കും ആക്ച്വലി ഇത്. ബോട്ടവും ടോപ്പും ഒക്കെ ഒരേ പ്രിൻ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനാണല്ലോ പൊതുവേ നമ്മൾ കോട്ട് സെറ്റ് എന്നൊക്കെ പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോട്ട് സെറ്റൊക്കെ ആയിട്ട് സമ്മർ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു അടിപൊളി കുർത്ത സെറ്റ് തന്നെ ആട്ടോ ഇത്. ഇനിയുള്ളൊരു കുർത്തി ഉണ്ടല്ലോ, നമ്മുടെ പക്ക കുർത്ത എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പിലുള്ള കുർത്തയാണ് ഇത്. ഫുള്ള് വീവിങ് പോലെയാണ് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത്. 3/4 സ്ലീവാണ്. നെക്കും ഇതുപോലെ തന്നെ റൗണ്ട് നെക്ക് വിത്ത് വി നെക്ക്. പിന്നെ ഇവിടെ ഒരു പാച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്, ത്രെഡും അതുപോലെ തന്നെ മിററൊക്കെ ആയിട്ടുള്ളൊരു പാച്ച് ഉണ്ട് ഇതിൻ്റെ പുറത്ത്. റിയൽ മിറർ അല്ല കേട്ടോ, പ്ലാസ്റ്റിക് ടൈപ്പ് മിറേഴ്സാണ്. നെക്കിലും അതുപോലെ തന്നെ ലേസൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ കുർത്ത പാൻറ്റ് വിത്ത് ദുപ്പട്ടയുള്ള ഒരു സെറ്റും കൂടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 350 375 രൂപയോ അങ്ങനെ എന്തോ ആണ്. ഇത് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. കളർ പോകുമെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ടോപ്പ് സ്മോൾ ആണ് ഞാൻ എടുത്തത്, പക്ഷെ എന്നാലും എനിക്കിത് കുറച്ച് ടൈറ്റ് ആക്കിയാലും മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചൊന്ന് ലൂസ് ബാക്കിയുള്ള ടോപ്പിനൊക്കെ അപേക്ഷിച്ചിട്ട് ഇതിന് കുറച്ച് ലൂസ് കൂടുതലാണ്. അപ്പോൾ എം വേണ്ടവർക്ക് സ്മോൾ എടുത്താലും ചിലപ്പോൾ സെറ്റ് ആവുമായിരിക്കും. ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് പ്ലെയിൻ ബോട്ടം കേട്ടോ. ഇതും അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയലിലാണ് ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത്. നമുക്കിത് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടൊരു ത്രെഡൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ പുറത്ത്. ഇതിൻ്റെ ഒരു സൈഡ് ബാൻഡും മറ്റേ സൈഡിൽ എലാസ്റ്റിക്കുമാണ് വേസ്റ്റ് ബാൻഡ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പോക്കറ്റ് രണ്ട് സൈഡിലും ഇതിന് പോക്കറ്റ് ഉണ്ട്. ഇതിൻ്റെ പാരൽ ബോട്ടാണ്. പിന്നെ ഇതിൻ്റെ എൻഡിലും ഇതുപോലെ ഒരു കട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെതും സ്മോൾ സൈസ് മുതൽ 3XL സൈസ് വരെ അവൈലബിൾ ആണ്. പല കളറിലും ഉണ്ട്. ഗ്രീൻ ഉണ്ട്, മെറൂൺ ഉണ്ട്. ഇത് ഞാൻ ഒരു കോഫി കളർ എന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കളറാണ്. പക്ഷെ എന്നാലും നല്ലൊരു കളറാണ് കേട്ടോ. നിങ്ങൾക്ക് ഡെയിലി യൂസിന് കറക്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ്. ഇത് ഭയങ്കര ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. പ്യോർ കോട്ടൺ മെറ്റീരിയലാണ് ഈ ഒരു കുർത്ത പാൻറ് സെറ്റ് വന്നിരിക്കുന്നത്. അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കുർത്തയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണലി എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ ഒരു സമ്മർ സീസണിൽ അത്രയും നാട്ടിലൊക്കെ വെയിൽ ചൂട് എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ പറ്റാണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ ഒരു ടോപ്പ് ബോട്ടം സെറ്റ് ആപ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ വാങ്ങിച്ച കുർത്ത പാൻറ് സെറ്റ് കേട്ടോ. 5 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി. ഞാനിപ്പോൾ നിങ്ങളുടെ 4 എണ്ണേ കാണിച്ചിട്ടുള്ളൂ. അതിൻ്റെ അകത്തൊന്ന് ഡാമേജ് ആയിരുന്നു. അതുകൊണ്ട് ഞാനത് റിട്ടേൺ അടിച്ചു. അതിൻ്റെ റീഫണ്ട് താമസിക്കാതെ വരും. വന്നപ്പോഴും എനിക്കത് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ റീപ്ലേസ്മെൻറ്റ് ചോദിക്കാതെ റീഫണ്ട് തന്നെ ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയി കയറി വാങ്ങിച്ചാൽ മതി. ഈ ഒരു കുർത്ത പാൻറ് സെറ്റുകളൊക്കെ തന്നെ പല കമ്പനികളും പല റേറ്റിലും ഇറക്കുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഏതാണോ റീസണബിൾ ആയിട്ട് തോന്നുന്നത് അത് വാങ്ങിക്കുക. എന്നാൽ ശരി കേട്ടോ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ.